സുഗമോദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നന്ദൻ ആരോടെങ്കിലും സത്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവരിതിൻ്റെ പിന്നാമ്പുറത്തുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുമെന്ന് വ്യക്തമായിട്ട് അറിയാം കെവിനും അതുപോലെ ബെല്ലയ്ക്കും. കാരണം നന്ദനാണെങ്കിൽ താൻ കുറ്റം ചെയ്തു എന്നുള്ള കുറ്റബോധത്തിൽ മനസ്സ് നീറിയിരിക്കുന്നത് കൊണ്ട് തന്നെ കാണുന്നതും പറയുന്നതും കേൾക്കുന്നതും എല്ലാം സത്യമായിട്ട് തന്നെ വിശ്വസിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ കെവിൻ അയച്ചു കൊടുത്ത ആ ഒരു വീഡിയോ ദൃശ്യങ്ങൾ, ഋഷി കൊല്ലപ്പെട്ടതും ഋഷിയെ കൊണ്ടുവന്ന് കുഴിച്ചു മൂടുന്ന കുഴിയെടുത്തതൊക്കെ കാണിച്ചിട്ടുള്ളൂ. കുഴിയിട്ട് മൂടുന്നൊന്നും കണ്ടിട്ടില്ല. എങ്കിലും അത്രയും ദൃശ്യങ്ങൾ തന്നെ കണ്ടതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ആത്മാർത്ഥമായിട്ട് സത്യമായിട്ട് വിശ്വസിക്കുകയാണ്. സ്വന്തം സുഹൃത്തുക്കളിങ്ങനെ ഒരു ചതിയോടെ തന്നെ സമീപിക്കുമെന്ന് വിശ്വസിക്കുന്നതേ ഇല്ലല്ലോ. അങ്ങനെ എന്തായാലും പൂർണ്ണമായും വിശ്വസിച്ചിരിക്കുന്ന നന്ദനാണെങ്കിൽ അവർ പറയുന്നതിനനുസരിച്ച് എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഒരു കാരണവശാലും ജനങ്ങൾക്കും സ്വന്തം ഭാര്യയോടും ചെയ്യാൻ പാടില്ലാത്ത ക്രൂരത പോലും ചെയ്യാൻ നന്ദൻ മടിക്കുന്നില്ല. പക്ഷേ ആ കുറ്റബോധത്തിൽ തന്നെ രക്ഷിച്ച ആ രക്ഷകർക്ക് വേണ്ടിയിട്ടുള്ള സഹായമാണ് നന്ദൻ്റെ മനസ്സിൽ ചെയ്തു കൊടുക്കുന്നത്. എന്നാൽ മറ്റുള്ളവർ ഈ സത്യമൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാമ്പുറ കാഴ്ചകൾ എങ്ങനെയായിരിക്കും അത് സംഭവിച്ചത്, നന്ദൻ പറയുന്ന കാര്യത്തിൽ വല്ല വാസ്തവവും ഉണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഋഷിയെ കാണാതായിട്ടുണ്ടെങ്കിൽ അരുന്ധതിയും അതുപോലെ പോലീസും ഒക്കെ ഇത്രയും നിസ്സാരമായിട്ടാണോ അന്വേഷിക്കുന്നത്? ഇത്രയും കൂടെ ആക്റ്റീവായിട്ട് കണ്ടുപിടിക്കാനുള്ള നടപടികൾ ചെയ്യില്ലേ എന്നൊക്കെ ഉള്ളൊരു സംശയം ഗിരിക്കും അതുപോലെ സിദ്ധാർത്ഥൻ സാറിനും ഒക്കെ തോന്നുന്നുണ്ട്. മാത്രമല്ല ശാരിക ആള് ചില്ലറക്കാരിയല്ല, അവൾക്ക് പല സംശയങ്ങളും ഉണ്ട്. മിടുക്കിയായിട്ടുള്ള ആ പെൺകുട്ടി നന്ദൻ വെറും ഒരു പാവമാണ്, നിഷ്കളങ്കനായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവനെ പറ്റിക്കാൻ ആളുകൾക്ക് എളുപ്പമാണെന്നൊക്കെ പറഞ്ഞ് മാധവൻ സംസാരിക്കുന്നുണ്ട്. മാത്രമല്ല മാധവൻ എടുത്തു പറയുന്നുണ്ട് ദേവികയുടെ നന്ദൻ്റെ ജീവിതത്തിൽ എന്താണ് ശരിക്കും സംഭവിച്ചതെന്നുള്ള കാര്യം തനിക്കറിയില്ല. എങ്കിലും തൻ്റെ മനസ്സുകൊണ്ട് പറയുന്നു നന്ദൻ തെറ്റൊന്നും ചെയ്ത് കാണില്ല എന്ന്. പക്ഷെ അത് കേട്ട് വിഷമിച്ച് നിൽക്കുന്ന ദേവികയോട് പെട്ടെന്ന് തന്നെ ശാരിക വന്ന് പറയുന്നുണ്ട്, ചിലപ്പോൾ സത്യമായിരിക്കും, നന്ദേട്ടന് അബദ്ധം പറ്റിയതായിരിക്കും, കാര്യമൊക്കെ ശരി. പക്ഷേ കെ നായരുടെ ഫയൽ ചേച്ചി ഇമ്പോർട്ടൻ്റ് ആയിട്ട് സൂക്ഷിച്ചു വെച്ചിരുന്ന ഫയൽ മോഷ്ടിച്ചത് എല്ലാം കൂടി കൂട്ടി നോക്കുമ്പോൾ ഇനി ഋഷി കൊലപാതക കേസ് മറയ്ക്കാൻ വേണ്ടിയിട്ട് നന്ദേട്ടൻ കൊടുത്ത ഒരു പാരിതോഷികമോ അല്ലെങ്കിൽ നന്ദേട്ടനെ ആരെങ്കിലും ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയണമെങ്കിൽ ഋഷിയുടെ കൊലപാതക കേസ് എന്താ ശരിക്കും നടന്നതെന്നുള്ളത് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. നന്ദനെ സംബന്ധിച്ച് കുറ്റബോധം അതുപോലെ താനൊരു കൊലപാതകിയ എന്നുള്ള ആ ഒരു ചിന്തയിൽ മറ്റൊന്നും വീണ്ടും വിചാരത്തോടെ ചിന്തിക്കാനോ അല്ലെങ്കിൽ ശരിക്കും എന്തായിരിക്കും സംഭവിച്ചതെന്ന് ഒരു തവണ പോലും അന്വേഷിക്കാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല. എന്തിനേറെ പറയുന്നു, ഋഷിയെ കൊന്നു കുഴിച്ചു മൂടിയെന്ന് പറയുന്നു. ആ കുഴിമാടം പോലും കാണാൻ ഇന്ന് വരെ നന്ദൻ ശ്രമിച്ചിട്ടില്ല. അതിന് തൊട്ട് പിന്നാലെ ഋഷിയുടെ ആത്മാവ് ശല്യം ചെയ്യുന്നു എന്നുള്ള രൂപത്തിനൊക്കെ പേടിച്ച് വരണ്ട് നടക്കുമായിരുന്നു പുള്ളിക്കാരൻ. അതിൻ്റെ പിന്നിലാണ് സിദ്ധുവും ഗിരീഷും ദേവികയൊക്കെ സത്യം അറിഞ്ഞിരിക്കുന്നത്. ഒരു കാരണവശാലും അവരാരും സത്യം അറിയാൻ പാടില്ല, അല്ലെങ്കിൽ പറഞ്ഞാൽ തന്നെ ഇതിൻ്റെ പിന്നിൽ നടന്നത് എന്താണെന്ന് അവർ പെട്ടെന്ന് കണ്ടുപിടിക്കും. മാത്രമല്ല നന്ദനും ദേവികയും തമ്മിലുള്ള എല്ലാ ഉടക്കും പറഞ്ഞവസാനിപ്പിക്കും എന്ന് വ്യക്തമായിട്ടും നമ്മുടെ ബെല്ലയ്ക്ക് അറിയാമായിരുന്നു. എന്നിട്ടും ബെല്ലയോട് കെവിനോടും ഒന്നും പറയാതെ നന്ദൻ ആ സത്യങ്ങളെല്ലാം ആ ഒരു വിഷമത്തിൻ്റെ പുറത്ത് അവരോട് പറഞ്ഞു പോയി. അപ്പോഴും പ്രഭാവതി ഭയക്കുന്നത് ഇതിനെല്ലാം നിന്ന കൂട്ടുപ്രതിയല്ലേ കെവിനൊരു അപകടം പറ്റണ്ട, സത്യങ്ങൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതോടൊപ്പം കെവിനും അകത്താകും. അതുകൊണ്ട് കെവിനെ എങ്ങനെയെങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്യണം. സത്യങ്ങൾ തുറന്നു പറഞ്ഞു എന്ന് കേട്ട് കഴിഞ്ഞാൽ അവരാരും നന്ദനെ വെറുതെ വിടില്ല. അവരുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നന്ദൻ മനഃപൂർവ്വം അങ്ങനെ ചതിച്ചു എന്നല്ലേ തെറ്റിദ്ധരിക്കൂ എന്നൊക്കെയാണ് കരുതുന്നത്. തൻ്റെ മകനെ ചതിക്കുവാണെന്നുള്ള കാര്യം സ്വപ്നത്തിൽ പോലും അവരും പ്രതീക്ഷിക്കുന്നില്ല. കാരണം എല്ലാം ഒന്നിന് പിറകെ ഒന്നായിട്ട് സത്യസന്ധമായിട്ട് വരുന്നുണ്ടല്ലോ. ഋഷിയെ കാണുന്നില്ല, ഋഷിയെ കാണാത്തതിൻ്റെ പേരിൽ അമ്മ പരാതി കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഋഷിയെക്കുറിച്ച് യാതൊരു അറിവും ഇല്ല. ഇന്ന് വരെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒരു ഫോൺ കോളോ അല്ലെങ്കിൽ നേരിട്ട് വരികയോ ഒക്കെ ചെയ്യേണ്ട ആ ഒരു സ്ഥാനത്ത് മറഞ്ഞിരിക്കുന്ന എല്ലാവരെയും കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ സാഹചര്യത്തിൽ ബെല്ലയ്ക്കൊരു കാര്യം സംശയം തോന്നുന്നുണ്ട്. അതായത് താൻ അറിയാതെ നന്ദൻ സത്യങ്ങളെല്ലാം ദേവികയോട് തുറന്നു പറഞ്ഞിട്ടുണ്ടോ? ദേവികയും നന്ദനും ഇപ്പോൾ പഴയതുപോലെ പിണക്കമൊന്നുമില്ല, ചന്ദ്രോത്ത് വന്നു പോകുന്നതായിട്ട് തോന്നുന്നുണ്ട്. മാത്രമല്ല തന്നെ അവോയ്ഡ് ചെയ്യുന്നു, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ മനസ്സിൻ്റെ വിഷമം ആശങ്കകൾ എല്ലാം പങ്കുവെക്കുന്നത് കെവിനോടും ബെല്ലയോടും മാത്രമായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഹോട്ടൽ റൂമെടുത്ത് വിളിച്ചാൽ പോലും ചെല്ലുന്ന ആ ഒരു സാഹചര്യത്തിലായിരുന്നു നന്ദൻ്റെ സ്ഥിതി. നന്ദനാണെങ്കിൽ ബെല്ലയെ മറ്റൊരർത്ഥത്തിലൊന്നും അല്ല കാണുന്നത്, നല്ലൊരു ഫ്രണ്ട്. മാത്രമല്ല ഈ ഒരു സാഹചര്യത്തിൽ കട്ടയ്ക്ക് സപ്പോർട്ടായി കൂടെ നിൽക്കുന്നതിൻ്റെ പേര് മാത്രമാണ് താനിപ്പോഴും ജീവനോടെ ഉള്ളത്. അല്ലാതെ നന്ദൻ്റെ സ്വഭാവം വെച്ചിട്ടാണെങ്കിൽ എന്നെ ആത്മഹത്യ ചെയ്യേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അപ്പം അങ്ങനെയൊക്കെ ഉള്ള വിചാരമേ ഉള്ളൂ. പക്ഷേ ബെല്ല വിചാരിക്കുന്നത് അങ്ങനെ ഒരു വട്ടം കൂടി ട്രിപ്പ്
പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേവികയും നന്ദനും പൂർണ്ണമായിട്ടും ബന്ധം ഉപേക്ഷിക്കും. അതും കൂടി ആരെങ്കിലും വീഡിയോ എടുത്ത് അല്ലെങ്കിൽ അല്ലാതെ അറിയിച്ച് പോയി കഴിഞ്ഞാൽ അതോടെ ഇവരുടെ ജീവിതം പൂർണ്ണമായിട്ടും താറുമാറാകും. ദേവിക ഒഴിഞ്ഞു പോകുന്ന സ്ഥാനത്ത് ദേവികയുടെ സ്ഥാനത്തേക്ക് വരാം എന്നുള്ള സ്വപ്നത്തിലാണ് ബെല്ല ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത്. പിന്നെ കുറേ സാമ്പത്തിക നേട്ടവും. എന്നാൽ അതൊന്നും നടക്കുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന ബെല്ലയുടെ സ്വഭാവം നന്ദൻ ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ. ബെല്ലയുടെ ചതിയും കെവിൻ്റെ ചതിയും ശരിക്കും നന്ദൻ തിരിച്ചറിയുന്ന ആ ഒരു സമയം നന്ദൻ്റെ പ്രതികരണം എന്തായിരിക്കും? മറഞ്ഞിരിക്കുന്ന ഋഷിയെ പുറത്തു കൊണ്ടുവരുന്ന സിദ്ധുവും അതുപോലെ ദേവികയും ഗിരീഷും അവർക്ക് വിധിക്കുന്ന ശിക്ഷ എന്തായിരിക്കുമെന്ന് കാത്തിരിക്കാം.